പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദയും വിക്രമും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന ആ ഒരു വൈകുന്നേരം അത്താഴത്തിനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നമുക്ക് ചപ്പാത്തിയും കിഴങ്ങറിയും ഉണ്ടാക്കാമെന്ന്. ചപ്പാത്തിയൊക്കെ ഞാനങ്ങ് പരത്തിക്കൊള്ളാം, നീ കിഴങ്ങ് തൊലിയൊന്ന് കളഞ്ഞ് റെഡിയാക്കി തന്നാൽ മതിയെന്ന് പറയും. അങ്ങനെ വേദ ഇരുന്ന് കിഴങ്ങൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് വിക്രമിനെ നോക്കിയിട്ട് വേദ പറയുന്നുണ്ട്, വിക്രം, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു നമ്മുടെ വീട്ടിലെ ഈ ഒരു ജീവിതത്തെ പറ്റിയിട്ട്. ശരിക്കും പറഞ്ഞാൽ വിക്രം രാവിലെ പോയിട്ട് വൈകുന്നേരം കയറി വരും. അതിനിടയ്ക്ക് നമ്മൾക്കൊരു 10,000 വട്ടമെങ്കിലും തല്ലുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ വിക്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ ശരിയാ, പക്ഷേ എത്ര പെട്ടെന്നാലേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞത്. ഉടനെ വേദ പറഞ്ഞു, അതെ, എനിക്കിപ്പോൾ ഇതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ചു നോക്കിയേ, വിക്രം എൻ്റെ കഴുത്തിൽ എത്ര വട്ടം താലി കെട്ടിയിട്ടുണ്ട് എന്ന്. ഒരിക്കലും നേരെ ചൊവ്വേ ഒരു താലി കെട്ട് നടന്നിട്ടുണ്ടോ? വിക്രം ഒന്ന് ആലോചിച്ചു. ശരിയാ കേട്ടോ, ആദ്യം വേണമെങ്കിലൊന്ന് പറയാം, ഒരുമാതിരി ബലമായിട്ടായിരുന്നു അത്. രണ്ടാമത്തേത് ഒരു മാല ഇട്ടു. അത് ആ നാട്ടുകാരും പാർട്ടിക്കാരും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു പരിപാടിയായിരുന്നു. പിന്നെ അച്ചമ്മ പറഞ്ഞ തറവാട് ക്ഷേത്രത്തിൽ വെച്ച് കെട്ടിയ ആ ഒരു താലിയാണെങ്കിൽ അതത്ര മനസ്സോടെയൊന്നും ആയിരുന്നില്ല ഇട്ടത്. പിന്നീട് എല്ലാവരും സമ്മതിച്ച് നല്ല രീതിയിൽ ഒരു ചടങ്ങൊക്കെ വെച്ചു. പക്ഷേ അന്നും താലി കെട്ടാൻ പറ്റില്ല. എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങൾ അവിടെയുമൊക്കെ നടന്നു. ഈ സമയം തന്നെ വേദ പറഞ്ഞു, ശരിക്കും എനിക്കിപ്പോൾ ഇതൊക്കെ അത്ഭുതം തോന്നുന്നുണ്ട് നമ്മുടെ കാര്യത്തിൽ. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, നേരെ ചെവ്വേ ഒരു താലി കെട്ട് പോലും ഇതുവരെ നടന്നിട്ടില്ലല്ലോ എന്ന് വിക്രം പറയും. എടി, ഈ താലിയിലൊക്കെ എന്തിരിക്കുന്നു എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? താലിയൊക്കെ വെറും നമ്മുടെ ഒരു സങ്കല്പം മാത്രമാണ്. സങ്കല്പമോ? അല്ല, അതൊക്കെ വെറുതെയാണ്. കെട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം. താലി കെട്ടിയെന്ന് കരുതിയിട്ട് നന്നായി ജീവിക്കണമെന്നൊന്നും നിർബന്ധമില്ല. നല്ല മുഹൂർത്തത്തിൽ താലി കെട്ടി എത്രയോ പേര് ഡിവോഴ്സായി പിരിഞ്ഞു കഴിയുന്നു. എത്ര പേരെ എനിക്കറിയാം. അത് കേട്ടപ്പോൾ വേദ പറയുന്നുണ്ട്, അത് ശരിയാ, താലി കെട്ടാതെ തന്നെ എത്രയോ പേര് നല്ല സന്തോഷമായിട്ട് തന്നെ കഴിയുന്നുണ്ട്. വേദ പിന്നെയും പറഞ്ഞു, വിക്രം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ മുന്നേ ഇങ്ങോട്ടേക്ക് പോരേണ്ടായിരുന്നു അല്ലേ? വിക്രം ഒന്ന് ചിരിച്ചു. ശരിയാ, ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ ആവുമെന്ന് നമ്മൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഒന്നിച്ചു നിന്നാലേ എല്ലാത്തിനും ഒരു ബലമുണ്ടാവൂ എന്ന് പറയുന്നത് എത്ര ശരിയാണ്. അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം നമ്മൾ ഇത്ര പെട്ടെന്ന് തന്നെ ഒന്നായതുമല്ലേ? വിക്രം, എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത്ര വേഗം ഇങ്ങനെ ഒന്നാവില്ലായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഓരോന്നും പറഞ്ഞുകൊണ്ടതിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ വെജിറ്റബിൾ കട്ട് ചെയ്യുന്നതിൻ്റെ വേദയുടെ കയ്യങ്ങ് മുറിഞ്ഞത്. അമ്മയെന്ന് നിലവിളിച്ചുകൊണ്ടതിന് വേദ കരഞ്ഞു. അപ്പോഴേക്കും വിക്രം ഓടി വന്നു. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കൈ മുറിഞ്ഞു എന്ന് അവൾക്ക് പറഞ്ഞു. എടി, ഇതൊക്കെ നോക്കി ചെയ്യണ്ടേ, ഇങ്ങോട്ടേക്ക് മാറി നിൽക്ക്. വേദ സത്യത്തിൽ വീട്ടിലൊന്നും പണിയൊന്നും എടുക്കാറില്ല. ഇവിടെ വിക്രമിന്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് അത്യാവശ്യം ഒന്ന് സഹായിച്ചു കൊടുക്കാൻ പോലും തുടങ്ങിയത്. ശ്രീജയായിരുന്നു മിക്കവാറും വീട്ടിലെ പണികളൊക്കെ നോക്കിയിരുന്നത്. വിക്രം വേഗം ഒരു തുണി എടുത്തു കൊണ്ടുവന്ന് വേദയുടെ കയ്യങ്ങ് കെട്ടിക്കൊടുത്തു. ദേ, സൂക്ഷിച്ചു വേണം ചെയ്യാൻ കേട്ടോ. നിനക്കറിയാലോ, ആശുപത്രിയിൽ പോകണമെങ്കിൽ പോലും ഇവിടെ നിന്ന് കുറേ ദൂരം പോവേണ്ടതുണ്ട്. വേദ പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം. എൻ്റെ ആ ഒരു ശ്രദ്ധക്കുറവ് തന്നെയാണ് ഇതിനൊക്കെ കാരണം. വിക്രം പറയുന്നുണ്ട്, നീ അങ്ങോട്ടേക്ക് മാറി നിൽക്ക്, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. എൻ്റെ പൊന്നോ, ആകെപ്പാടെ 2 ഉരുളക്കിഴങ്ങൊന്ന് അറിയാൻ പറഞ്ഞപ്പോഴേക്കും കൈ മുറിച്ചു വെച്ചിരിക്കുന്നു. വേദ പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ കണ്ടില്ല വിക്രം. വേദയെ അവിടെ പിടിച്ചിരുത്തിക്കൊണ്ടതിന് വിക്രം ചോദിച്ചു, നല്ല വേദനയുണ്ടോ എന്ന്. വിക്രമിന് ശരിക്കും ടെൻഷനായി പോയി. പിന്നീട് വേദയെ കൊണ്ട് തന്നെ വിക്രം ഒന്നും പണി ചെയ്യിപ്പിച്ചില്ല. പിറ്റേ ദിവസം ഗീവർ ഗീസേട്ടനും മേരിയൊക്കെ വരുന്നുണ്ട്. മേരി ചേച്ചി ചോദിച്ചു, മോളെ, നമ്മൾ എന്ത് സമരം തുടങ്ങിയല്ലേ? അതെ, ഇന്ന് സമരം തുടങ്ങുകയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. എല്ലാ തൊഴിലാളികളും നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ? മിക്കവാറും പേര് ഉണ്ടാവും. ഇനി 1-2 പേര് മാറിയാലായി. വിക്രം പറയുന്നത്, ഒരു കാരണവശാലും ആരും പിന്നോട്ട് മാറരുത്. ആ അഫിഡവിറ്റിലുള്ളത് എത്രയാണോ ആ കൂലി തന്നെ കിട്ടണം. ഇത്രയും കാലം അയാൾ നിങ്ങളെ പറ്റിക്കുമായിരുന്നു, ഇനി ഒരിക്കലും വിട്ടുകൊടുക്കരുത്. മേരി പറയുന്നുണ്ട്, എൻ്റെ വിക്രം, ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു. അയാൾ കൂലി തരും, ഞങ്ങളത് വാങ്ങിക്കും. അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും ഞങ്ങൾ നോക്കാറില്ല. എന്ത് പേപ്പറിലാണ് ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നത് എന്ന് പോലും ഞങ്ങൾക്ക് നിശ്ചയമില്ലായിരുന്നു. പൈസ ഒന്നും എഴുതാതെയാണ് അയാൾ ആ ബുക്കിൽ ഒപ്പിടിപ്പിച്ചിരുന്നത്. ശേഷമാണ് അതിൽ അതൊക്കെ പൂരിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോഴല്ലേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഒടുവിൽ വേദയും മറ്റുള്ളവരും പണിക്കായിട്ട് ഒരുങ്ങാണ്. അവിടെ ചെന്നപ്പോൾ കുറേ ചേച്ചിമാർ വന്നു. അവർ പണിക്കിറങ്ങാതെ അവിടെ സമരം ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ജോബി അങ്ങോട്ടേക്ക് വരുന്നത്. ആരും പണിക്ക് പോവാതെ മാറി നിൽക്കുന്നത് കണ്ട് അയാൾ കാര്യം തിരക്കി. മേരി പറയുന്നുണ്ട്, സാറേ, ഞങ്ങൾക്ക് എത്രയാണ് കൂലി കൃത്യമായിട്ട് അറിയണം. അതെന്താ മേരി ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം? ഞങ്ങൾക്ക് കൂടുതൽ കൂലി വേണം. ഈ തരുന്ന കൂലിയൊന്നും പോരാ എന്ന് പറയുന്ന സമയത്തിന് ജോബി പറയുന്നുണ്ട്, കൂലി കൂടുതൽ വേണമെങ്കിൽ വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ഇവിടെ ഇതൊന്നും നടക്കില്ല. മേരി കട്ടായം പറഞ്ഞു, കൂലി കിട്ടാതെ ഞങ്ങൾ പണിക്ക് പോയില്ല സാറേ. സാറ് വേണമെങ്കിൽ തലപ്പത്തുള്ള ആരെയെന്ന് വെച്ചാൽ വിളിക്ക്, ഞങ്ങൾ അവരോട് നേരിട്ട് സംസാരിച്ചോളാമെന്ന് പറയുന്ന സമയത്തിന് ജോബി ഒന്ന് പേടിച്ചു.
കാരണം കാര്യങ്ങളൊക്കെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തന്റെ കള്ളി വെളിച്ചത്താവുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ജോബിക്ക് സംശയമായി. ഇതിന്റെ പിന്നിൽ ആ വേദ തന്നെയായിരിക്കും. അവൾക്കാണല്ലോ അക്ഷരമൊക്കെ അറിയാവുന്നത്. അവളായിരിക്കും ആ പേപ്പർ വായിച്ചതും ഇവരൊക്കെ ഇളക്കി വിട്ടതും. ജോബി വേദയെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞിട്ട്, എടി നീയാണല്ലേ ഇവരെ എല്ലാവരെയും ഇങ്ങോട്ടേക്ക് ഇളക്കി വിട്ടിരിക്കുന്നത്. വേദ പറയുന്നുണ്ട്, ന്യായമായ കൂലിയല്ലേ സാറേ അവർ ചോദിക്കുന്നുള്ളൂ. അതവർക്ക് അർഹതപ്പെട്ടതാണ്. ഇത്രയും കാലം ഇവർ അധ്വാനിക്കുന്നതിന്റെ ലാഭത്തിൽ സാർ സുഖമായിട്ടങ്ങ് ജീവിച്ചതല്ലേ. ഇനി പാവങ്ങൾ ജീവിക്കട്ടെ. ഇവിടെ പൊരി വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുന്നതിന്റെ 4/1 കൂലി പോലും അവർക്ക് കിട്ടുന്നില്ല. അത് മര്യാദക്ക് കൊടുത്തുകൂടെ? ജോബി പറഞ്ഞിട്ട്, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, വലിയ കാര്യത്തിൽ നീ ഇടപെടാനൊന്നും വരണ്ട എന്ന് പറയും. അന്നേരം വേദ പറഞ്ഞിട്ട്, ആയിക്കോട്ടെ സാറേ, പക്ഷേ ഇതിൽ നിന്നും പിന്മാറാനേതായാലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇവരൊക്കെ ജോലിക്കിറക്കണമെങ്കിൽ കൂലി കൊടുത്തേ പറ്റൂ. ജോബിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയായി. അപ്പോഴാണ് മൈക്കിൾ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛൻ ജോബിയോട് സംസാരിച്ചു. ജോബി പറഞ്ഞിട്ട്, അച്ചോ ഇവർക്ക് വേണ്ട കൂലി ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇവരത് പോരാ എന്ന് പറയാണ്. അച്ഛൻ ചോദിക്കുന്നുണ്ട്, എത്ര രൂപയാണ് ജോബി ഇവർക്ക് കൂലി കൊടുക്കുന്നത്? അയാൾ തുക പറഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നത്, അത് പോരല്ലോ ജോബി, മറ്റുള്ള തോട്ടത്തിലൊക്കെ ഇതിലും കൂടുതൽ കൂലി കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ ഇവിടെ മാത്രം എന്താ കുറവ്? ജോബി പറയുന്നത്, അത് പിന്നെ അച്ചോ അത്രയേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞിട്ട്, ഈ സമരം ചെയ്താൽ പണി മുടങ്ങും, അത് വലിയ പ്രശ്നമാവും. ജോബി വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായിരുന്നില്ല. പണിയെടുക്കുന്നില്ലെങ്കിൽ ഇവരുടെ അടുപ്പ് പുകയില്ല എന്നൊക്കെ അയാൾ വെല്ലുവിളിച്ചു. തൊഴിലാളികളാണെങ്കിൽ കൂലി കിട്ടാതെ സമ്മതിക്കില്ല എന്ന് ഒറ്റക്കാലിൽ തന്നെ നീങ്ങും. ഒടുവിൽ അച്ഛൻ 2 കൂട്ടരെയും വിളിപ്പിച്ച് സംസാരിക്കാണ്. ഇതിനാൽ പിന്നിൽ വേദയാണെന്നറിഞ്ഞതോടുകൂടി തന്നെ ജോബിക്ക് പിന്നെ ദേഷ്യം സഹിക്കാനായില്ല. ഇന്നലെ വന്ന ഇവൾ തനിക്കിട്ട് പണി തരുന്നു എന്ന് അയാൾക്ക് തോന്നി. പക്ഷേ ഒടുവിൽ വേദ തന്നെ ജയിച്ചു. കാരണം സമരം വിജയിച്ചതോടുകൂടി തന്നെ അവർക്ക് കൂടുതൽ കൂലി കൊടുക്കാൻ വേണ്ടി ജോബിക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ വേദയുടെ പോരാട്ടം വിജയിക്കുകയായിരുന്നു. ജോബി അങ്ങനെ കൂലി കൊടുക്കാമെന്ന് സമ്മതിച്ചെങ്കിലും അവന്റെ ഉള്ളിലെ പക അപ്പോഴും അടങ്ങിയിരുന്നില്ല. വേദയും വിക്രമിനെയും ഈ തോട്ടത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നായിരുന്നു അവന്റെ വാശി. പക്ഷേ തോട്ടത്തിലെ തൊഴിലാളികൾക്ക് വേദ ഇപ്പോൾ വെറും ഒരു പെണ്ണല്ല, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒരു കരുത്തുള്ള നേതാവാണ്. പിറ്റേന്ന് ജോലി തുടങ്ങുന്നതിന് മുൻപ് തന്നെ മേരിയും മറ്റു തൊഴിലാളികളും വേദയുടെ അടുത്തേക്കെത്തി. മോളെ, നിന്റെ വാക്ക് കേട്ടതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ നീതി കിട്ടിയത്. ഇനി എന്ത് വന്നാലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ട് നിന്ന് ജോബിയുടെ കണ്ണു ചുവന്നു. അവൻ തന്റെ വിശ്വസ്തനായ സഹായിയോട് രഹസ്യമായി പറഞ്ഞു, ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. ഇത് തോട്ടത്തിലെ കണക്കുകളിൽ എന്തെങ്കിലും കൃത്രിമം കാട്ടിയിട്ട് ഇവളെ കള്ളിയാക്കണം. അതാവുമ്പോൾ പിന്നെ ആരും ചോദ്യം ചെയ്യാനൊന്നും വരില്ലല്ലോ. അന്ന് രാത്രി വിക്രമും വേദയും സന്തോഷത്തോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. വിക്രം, നമ്മൾ ജയിച്ചു. ആ പാവങ്ങളുടെ മുഖത്ത് സന്തോഷം കണ്ടോ? വേദ ചോദിച്ചു. വിക്രം അവളുടെ കൈപിടിച്ചു പറഞ്ഞു, അതേ വേദ, പക്ഷേ ജോബിയെ സൂക്ഷിക്കണം. അവൻ അത്ര നല്ലവനൊന്നും അല്ല. പത്തി താഴ്ത്തിയ പാമ്പിനെ പോലെ അവൻ എപ്പോൾ വേണമെങ്കിലും കൊത്താൻ വരും. വിക്രം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അടുത്ത ദിവസം രാവിലെ ജോബി ഓഫീസിൽ വലിയ ബഹളമുണ്ടാക്കി. തൊഴിലാളികളുടെ ബോണസായി വെച്ചിരുന്ന ആ ഒരു വലിയ തുക കാണാനില്ല എന്നും കഴിഞ്ഞ ദിവസം രാത്രി ഓഫീസിൽ വേദയെ കണ്ടവരുണ്ട് എന്നും അവൻ ആരോപിച്ചു. തോട്ടം മൊത്തം ഈ ഒരു വാർത്ത പടർന്നു. ഈ വർഗീസെറ്റിന് മേരിക്കൊക്കെ അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. പോലീസിനെ വിളിക്കുമെന്ന് ജോബി ഭീഷണിപ്പെടുത്തി. വേദ തളർന്നില്ല. അവൻ നേരെ ജോബിയുടെ അടുത്തേക്ക് തന്നു. സാറേ, എന്റെ കയ്യിൽ ആ പണമില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ അതെവിടെയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് വേദ പറയുന്ന സമയത്തിന് ജോബി ഒന്ന് ഞെട്ടി. വേദ തുടർന്നു, കഴിഞ്ഞ ആഴ്ച സാർ ഓഫീസിൽ വെച്ച് പൂരിപ്പിച്ച ആ പഴയ സൈൻ ചെയ്ത ബുക്കുകൾ ഞാൻ കണ്ടിരുന്നു. അതിൽ സാർ നടത്തിയ തിരിമറികൾ പുറത്തു വന്നാൽ ഈ തോട്ടമുടമ സാറിനെ വെറുതെ വിടുവോ? ഈ കാണാനില്ലെന്ന് പറയുന്ന പണം സാർ തന്നെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം. തന്റെ കള്ളി വെളിച്ചത്താവുമെന്ന് കണ്ടപ്പോൾ ജോബി ഒന്ന് പരിങ്ങി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന മൈക്കിൾ അച്ഛനും വിക്രമും കുറച്ച് തൊഴിലാളികളും എത്തി. വിക്രമിന്റെ കയ്യിൽ ജോബി പണം ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോസ് എല്ലാം ഉണ്ടായിരുന്നു. തലേ ദിവസം രാത്രി ജോബിയുടെ നീക്കങ്ങൾ സംശയിച്ച വിക്രം അവനെ പിന്തുടർന്ന് ആ വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചതായിരുന്നു. അത് കണ്ടപ്പോൾ ജോബിക്ക് പിന്നെ മറുപടിയൊന്നും പറയാനുണ്ടായിരുന്നില്ല. മൈക്കിൾ അച്ഛൻ ഇടപെട്ട് ജോബിയെ തോട്ടത്തിലെ ചുമതലകളിൽ നിന്നും നീക്കി. തൊഴിലാളികൾ എല്ലാവരും കൂടി വിക്രമിനെയും വേദയെയും അഭിനന്ദിച്ചു. അന്ന് വൈകുന്നേരം വിക്രം വേദയുടെ അരികിൽ ചെന്നിട്ട് ചോദിച്ചു, എടി, നമ്മുടെ ആ ഒരു താലികെട്ട് ഇനിയും ബാക്കിയുണ്ടല്ലോ, അത് നമുക്ക് ഇനി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ സന്തോഷത്തോടുകൂടി ഒന്നുകൂടെ നടത്തിക്കോട്ടെ എന്ന് ചോദിക്കും. വേദ നാണത്തോടുകൂടെ ഒന്ന് ചിരിച്ചു. കഷ്ടപ്പാടുകൾക്കിടയിലും സത്യത്തിന് വേണ്ടി പോരാടിയ ആ 2 പേർക്കും മുന്നിൽ പുതിയൊരു പ്രഭാതം വിരിയുന്നുണ്ടായിരുന്നു. അങ്ങനെ തോട്ടത്തിലെ കാറ്റിൽ അവരുടെ വിജയത്തിന്റെ കഥയൊഴുകി. പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.